ടീമെ ഞങ്ങളെപ്പോൾ ഇഡലി ഉണ്ടാക്കിയാലും ഇഡലി തട്ടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അടിപൊളി ടിപ്സൊക്കെ ആണെങ്കിൽ പറഞ്ഞു തന്നെ കേട്ടാ. എണ്ണയൊക്കെ തൂത്തിട്ടാണ് ഉണ്ടാക്കിയത്. കണ്ട ഇതുപോലെ മാവ് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡ് ചിക്കൻ കറിയും ഇഡ്ഡലിയും കോംബോയാണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടം സാമ്പാറും ചട്നിയും കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ചേട്ടന് ഈ കോംബോ വിട്ടൊരു കളിയില്ല. അപ്പോൾ നമ്മളെ ഇഡലി തട്ടിലേക്കേ എല്ലാവരും പറയണ പോലെ തന്നെ വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട്. ഇഡലി തട്ട് നന്നായിട്ട് ട്രൈ ആക്കി എടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കണത്. അപ്പോൾ ഉച്ചക്കത്തെ ചിക്കൻ കറി ഇത്തിരി ബാക്കി വന്ന്. ഉച്ചക്ക് ബിരിയാണി ആയിരുന്നേ. ബിരിയാണി ചെറുതായിട്ടൊന്ന് കുളവായി. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി പോണേണ്. രാവിലത്തെ ഇഡ്ഡലി മാവിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചേക്കുന്നത്. അതാകുമ്പം ഈസി ആയിട്ട് ഇങ്ങനെ ഒഴിക്കുക കേട്ടോ. രാവിലെ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയിൽ കുറച്ച് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സാമ്പാറും കൂടെ ഒരു ചമ്മന്തി ഉണ്ടാവും, ഒരു വെള്ള ചമ്മന്തി. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മമ്മി എനിക്ക് ആ ചമ്മന്തി എന്നും ഉണ്ടാക്കി തരും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ. ചിക്കൻ കറിയും ഇഡ്ഡലിയും കൂടി താരം അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കണ താരം കഴിച്ചു തുടങ്ങിയത്. എങ്ങനെയുണ്ട്, ടേസ്റ്റ് അല്ലേ? ആ, നന്നായിട്ടുണ്ട്. ദോശ കഴിക്കുന്ന മാതിരി ഉണ്ട്. നല്ല ചൂട് ഇഡ്ഡലിയുടെ കൂടെ അല്ലെങ്കിൽ ചൂട് ദോശയുടെ കൂടെ നിങ്ങൾ ബീഫോ അല്ലെങ്കിൽ ചിക്കൻ കറിയെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കും. മട്ടനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കോളൂ. എല്ലാവരും ചോദിക്കാറുണ്ട് ഈ കുക്ക് ചെയ്യണ പാത്രം എവിടെ നിന്ന് മേടിച്ചെന്നൊക്കെ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളൊരു വീഡിയോ ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേൾഡ് കപ്പ് കളി നടക്കുന്ന സമയമാണ് കേട്ടോ. സ്പെയിൻ്റെ കളിയാണ്. അപ്പോൾ സ്പെയിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ താര. അപ്പോൾ ഗോളടിച്ചപ്പോൾ ആഘോഷം കണ്ട. സ്പെയിൻ എത്ര ഗോളടിച്ച്? 2. കളി തുടങ്ങിയപ്പോൾ തന്നെ 2 ഗോളടിച്ചേട്ടാ. ഞാൻ ഫ്രാൻസിൻ്റെ ടീമാണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഒന്ന് ചൂടാക്കണേണ്ട. ഉച്ചക്ക് വെച്ച ചിക്കൻ കറിയാണ്, ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ അടിപൊളി കളറല്ലേ, താര സ്പെഷ്യലാണ് ചിക്കൻ കറി. സത്യം പറഞ്ഞാലില്ലേ, ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ചിക്കൻ കറിയും ബീഫ് റോസ്റ്റും ഒക്കെ വെച്ച് തുടങ്ങിയത്. വീട്ടിലാണെങ്കിൽ എല്ലാം മമ്മി എനിക്ക് വെച്ച് തരും. പിന്നെ ഞാൻ ഹോസ്റ്റലായിരുന്ന ടൈമിൽ മാത്രമാണ് വല്ലപ്പോഴും ചിക്കൻ വാങ്ങിച്ചിട്ട് കറിയൊക്കെ വെക്കുക. അങ്ങനെ പഠിച്ചതാണ് ഈ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇഡലി അവിടെ കിടന്ന് റെഡി ആയിക്കൊണ്ടിരിക്കണേണ്ടാ. അപ്പോൾ ഇഡലി ഒരു 10 മിനിറ്റ് ആകുമ്പോൾ വേവുമല്ലേ നമ്മുടെ ഇഡലി. ചിക്കൻ കറി കാണുമ്പോൾ തന്നെ അറിയാമല്ലേ എന്താ അടിപൊളിയാണെന്ന്. ഞാൻ വെക്കണത് ഈ തൈരൊക്കെ ഇട്ട് വെക്കുള്ളൂ. താര വെക്കുമ്പോൾ തൈരൊന്നും ഇടൂല. തൈര് ഇട്ട് കഴിഞ്ഞാൽ വളിച്ചു പോകും അല്ലേ. പിറ്റേന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇതെന്താ ഇഡലി നല്ല പൂ പോലത്തെ ഇഡലി അല്ലേ. എന്താ പൂ പോലത്തെ ഇഡലി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സോഫ്റ്റ് ആയോണ്ട്. നല്ല കാണുമ്പോൾ നല്ല സോഫ്റ്റാണ്. ഇനിയാണ്ടാ നമ്മളെ ഇഡലിയുടെ അംഗം വെട്ട് കണ്ടോ. ഞങ്ങൾ എണ്ണ ഒഴിച്ച് അല്ലേ നമ്മൾ ഇഡലി തട്ട് നല്ല ഡ്രൈ ആയിട്ടാണ് എടുത്തത്. ചിലത് ശരിയാവും, ചിലത് ശരിയാവൂല. അതാണ് ഈ ഒരു അവസ്ഥ. നോക്കിക്കേ, കുറേ പാടുപെടുന്നുണ്ടല്ലേ ഞാൻ. എല്ലാവരും ചെയ്യണ പോലെ നമ്മൾ ചെയ്യണം. എല്ലാവരും പറഞ്ഞൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ട് ഇഡലി തട്ടിൻ്റെ മേലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി വരും. നമ്മൾ വെള്ളം ഒഴിച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇഡലി തട്ടിന്ന്. പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു തെറ്റുണ്ട്. എന്താണെന്നറിയോ? എന്തുവാ? എനിക്ക് മനസ്സിലായ കാര്യമാ. പറ. ചേട്ടന് ക്ഷമയില്ല. ക്ഷമ ചെയ്തോട്ട് എന്താ ബന്ധം? അത് ചേട്ടൻ അങ്ങോട്ട് വെച്ചിട്ട് എന്തോ റെഡിയായോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് പെട്ടെന്ന് എടുക്കും. അതുകൊണ്ടായിരിക്കാം. അല്ല, വെള്ളം ഒഴിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടല്ലേ നീ ഇപ്പൊ കഴിച്ചെടുക്കണത്. ചൂട് പോയിട്ടുണ്ടാവില്ല. ചൂട് പോയി, എന്നിട്ടും അവിടെ പറ്റിപ്പിടിച്ചിരിക്കണ സംഭവം നല്ല സോഫ്റ്റാണ് കേട്ടാ. നമ്മൾ ഇഡലി തട്ട് മേടിച്ച് അന്ന് തുടങ്ങി അല്ലേ, 1 പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് നമ്മൾ ഇഡലി തട്ടേ പിടിക്കാതെ കിട്ടിയേക്കണത്. നമ്മൾ എല്ലാവരും പറയുന്ന പോലെ എല്ലാ ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യണത്. പക്ഷേ നമ്മൾ ഇഡലി എടുത്ത് കഴിയുമ്പോൾ തട്ടുമ്പോൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ഇനി എന്തെങ്കിലും നമുക്കറിയാൻ പാടില്ലാത്ത ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടാ. ഞങ്ങളുടെ ഇഡലി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണത്. ഇഡലി ഷേപ്പൊക്കെ കിട്ടുന്നുണ്ട്, നല്ല പൂ പോലത്തെ ഇഡലിയാണ്. പക്ഷേ ഇഡലിമേ തട്ടുമ്പോൾ ഇങ്ങനെ പിടിച്ചേക്കും. അടുത്ത ട്രിപ്പ് ഉണ്ടാക്കണമെന്ന് കഴുകി ഒന്ന് ഉണക്കിയെടുത്തിട്ടൊക്കെ പിന്നീട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വെളിച്ചെണ്ണയൊക്കെ പുരട്ടി. അങ്ങനെ എന്തായാലും ചെറുതായിട്ട് കുളമായിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഇഡ്ഡലി ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും ആ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, മമ്മി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരിക്കും. അതുപോലെ തന്നെ ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല. നമ്മൾ മിഷ്യത്തിലുണ്ടാക്കിയ പോലെ ഇരിക്കും നിങ്ങൾ മമ്മി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതെ, നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അതെങ്ങനെ ഉണ്ടാക്കണല്ലേ വീട്ടിൽ? മമ്മി എനിക്ക് എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലൊക്കെ തന്നെയാണ് ഞാനും ചെയ്തത്. പക്ഷെ റെഡി ആവുന്നില്ല. അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നല്ല പൂ പോലത്തെ ഇഡലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചാലോ? നമുക്ക് കഴിക്കാം. അമ്മച്ചി നേരത്തെ കഞ്ഞിയൊക്കെ കുടിച്ചേർന്ന് ഉറങ്ങിയേട്ടാ, പ്രാർത്ഥനയൊക്കെ ചൊല്ലി. അപ്പോൾ ഞങ്ങളിതിൽ ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കണം. ഫോട്ടോ ജില്ലൊക്കെ ഒന്ന് പോയി ഞങ്ങളൊരു 9 കാലൊക്കെ അപ്പോൾ എത്തിയത്. എന്നിട്ടാണ് കുക്കിങ്ങൊക്കെ നടത്തുന്നത്. വേൾഡ് കപ്പ് ഫുട്ബോൾ കളിയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഇഡ്ഡലിയും ചിക്കൻ കറിയൊക്കെ കഴിക്കണത്. അടിപൊളിയല്ലേ, നല്ല ആവി പറക്കുന്ന ഇഡ്ഡലിയും ചിക്കൻ കറിയും. അതെ, സൂപ്പർ കോംബോ ആണ്. വേറൊരു കോംബോ കൂടി ഉണ്ട്, ഇഡ്ഡലി സാമ്പാറും.
ഇഡ്ഡലിയും സാമ്പാറും അല്ലാതെ നോൺ വെജ് ഉണ്ട്. ഇഡ്ഡലിയും അയിലക്കറിയും സൂപ്പറാണ്, കഴിച്ചു നോക്ക്. നീ എന്തൊക്കെ നോൺ വെജ് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ ഇഷ്ടം. അത് ശരിയാണ്. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഓർക്കല്ലേ വരുമ്പോൾ സാമ്പാർ കഴിക്കൂല, ചിക്കൻ കറി ഉണ്ടാന്ന് കഴിക്കും വീട്ടിൽ അല്ലേ. എന്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മൾ കറി കൊടുത്താലും ചേട്ടന് നോൺ വെജ് വേണം. അത് പ്രത്യേകിച്ച് നമ്മുടെ ഇഡ്ഡലി ആണെങ്കിൽ ഞാൻ നോൺ വെജും കൂടി കഴിക്കുള്ളൂ. ദോശയാണെങ്കിലും നോൺ വെജ് കഴിക്കുള്ളൂ. പിന്നെ നമ്മുടെ ബീഫില്ലേ, ബീഫ് നന്നായിട്ട് ഉപ്പിലിട്ട പോലെ ഒന്ന് പുഴുങ്ങിയിട്ടേ നല്ല മസാലയൊക്കെ ഇട്ട് ഒന്ന് പുഴുങ്ങി മാത്രം എടുത്തിട്ട് ഇഡ്ഡലിയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്ക്. ഒടുക്കത്തെ ടേസ്റ്റ് ആയി. ഉപ്പിൽ വെന്ത ബീഫ് എന്ന് പറയില്ല, അതുപോലെ എടുത്തിട്ട് ഇഡ്ഡലി നല്ല ചൂട് ഇഡ്ഡലിയുടെ ഒന്ന് കഴിച്ചു നോക്ക്. ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റാ. ഇനി ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം. നമുക്ക് കൊച്ചിക്കാരായില്ലേ ഇപ്പൊ. ടീമ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ.